മോൾക്കൊരു 1.5 വയസ്സ് മുതൽ കുറച്ച് ഓഡ് ബിഹേവിയേഴ്സ് ഞങ്ങൾ നോട്ടീസ് ചെയ്തിരുന്നു. മോന് 2.5 വയസ്സുള്ളപ്പോഴാണ് കുറച്ച് ബിഹേവിയർ ഇഷ്യൂസ് ഉണ്ടെന്ന് നോട്ട് ചെയ്തത്. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തത് വഴി ഡോക്ടർ സിജു രവീന്ദ്രനാഥ് സാറിനെ വന്ന് കാണുകയുണ്ടായി. ഇപ്പോൾ ഡോക്ടർ കുറേ അസസ്മെൻറ്റ് ചെയ്തു. ഡോക്ടർ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു മോൾക്ക് ഓട്ടിസത്തിൻ്റെ സിംറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു. ആക്ച്വലി 1.5 വയസ്സുള്ളപ്പോൾ അവൾക്ക് ടോ വാക്കിംഗ് ഉണ്ടായിരുന്നു, നെയിം കോൾ റെസ്പോണ്ട് ഇല്ലായിരുന്നു, പിന്നെ ഒരു മീനിങ് ഫുള്ളായിട്ടുള്ള പ്ലേകളില്ലായിരുന്നു. ഇത്തരത്തിലുള്ള ഭിന്നശേഷി വന്നിരിക്കുന്ന കുട്ടികളിൽ എങ്ങനെ അവരുടെ സമൂഹത്തിലേക്ക് ഉൾപ്പെടുത്താം എന്നുള്ള ഒരു ആശയത്തെ ഉദ്ദേശിച്ചാണ്. അതിനുള്ള വിവിധതരം നൂതനമായ സാങ്കേതിക വിദ്യകൾ നമുക്ക് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഡോക്ടർ മിനു ദത്തും എൻ്റെ കൂടെയുള്ള ബാക്കി തെറാപ്പിസ്റ്റുകളും എല്ലാവരും ചേർന്ന് ആലോചിച്ചതിൻ്റെ ഒരു ഫലമാണ് ഈ എയ്സ് അഥവാ ആര്യ സെൻറ്റർ ഫോർ ചൈൽഡ് എംപവർമെൻറ്റ്. ഹലോ, ഞാൻ ഡോക്ടർ മിനു ദത്ത് കെ.ബി. എയ്സ് അഥവാ ആര്യ സെൻറ്റർ ഫോർ ചൈൽഡ് എംപവർമെൻറ്റിൻ്റെ കോ ഫൗണ്ടറാണ്. ഈ കുട്ടികൾ 80% കുട്ടികളും നോർമലായിട്ട് ഡെവലപ്പ് ചെയ്തു പോകും. നമുക്കറിയാം, ഓരോ കുട്ടി ജനിച്ച് വീണാൽ 1 മാസം കഴിഞ്ഞ് മുഖത്ത് നോക്കി ചിരിക്കും, 3 മാസത്തിൽ കമലും, 1 വയസ്സാകുമ്പോൾ നടക്കാൻ തുടങ്ങും, വർത്താനം പറയുന്ന പ്രായത്തിൽ തുടങ്ങും. പക്ഷെ കുറച്ച് കുട്ടികൾ, അതിലൊരു 10 തൊട്ട് 15% കുട്ടികൾ ഇതിൽ നിന്ന് ലാഗ് ചെയ്ത് വരും. ഈ കാലതാമസം ഉണ്ടാകുന്ന അഥവാ ഡെവലപ്മെൻറ്റൽ ഡിലേ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഒരു കുടക്കീഴിൽ എല്ലാ സർവീസുകളും കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. മറ്റുള്ള കുഞ്ഞുങ്ങളിൽ നിന്ന് അവൾ ഡിഫറെൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കിയ ആ നിമിഷം തൊട്ടിട്ടാണ് ഞങ്ങൾ പിന്നെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് ആലോചിക്കുന്നത്. അപ്പോഴാണ് നമ്മളിവിടെ എയ്സിനെ പറ്റി കേൾക്കുന്നതും മോളും ഞാനും കൂടെ വന്നു. 4 തെറാപ്പീസ് മോന് പറയുകയുണ്ടായി ചെയ്യണമെന്ന്. അതായത് ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അങ്ങനെ ആദ്യം ഒരു പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രൈമറി ഇവാലുവേഷനാണ് നടത്തുന്നത്. ആ ഇവാലുവേഷനിൽ നമ്മൾക്ക് പ്രാഥമികമായിട്ടുമുള്ള ഒരു രോഗനിർണയം, അതിനോടനുബന്ധിച്ച് വേണ്ട ടെസ്റ്റുകൾക്ക് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ന്യൂറോ ഫിസിയോളജി ലാബുണ്ട്. അതിനുശേഷം അവർക്ക് തെറാപ്പി എന്തൊക്കെ കൊടുക്കണം എന്നും അതിൻ്റെ ഇമ്പോർട്ടൻസുമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ വരുമ്പോൾ ആദ്യം എനിക്കും മോൾക്കൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും മോൾ ഇവിടുത്തെ തെറാപ്പിസ്റ്റുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുമോ, അവരായിട്ട് എങ്ങനെയായിരിക്കും, കരയോ, എല്ലാ പാരൻസിൻ്റെയും പോലെ തന്നെ ഞങ്ങൾക്കും കുറേ ഉത്കണ്ഠയും ആശങ്കയും ഒക്കെ ഉണ്ടായിരുന്നു. മിക്കവാറും പാരൻസിനുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എത്ര നാൾ തെറാപ്പി കണ്ടിന്യൂ ചെയ്യണം, എത്ര നാളത്തേക്ക് ഇത് വേണ്ടി വരും, എങ്ങനെയായിരിക്കും ഇതിൻ്റേത് എല്ലാം വിശദമായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. കൂടാതെ പ്രാഥമികമായിട്ടുള്ള ആ അസസ്മെൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം 10 സെഷൻസ് ഒക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ റിവ്യൂസ് നടത്തും. അതിനുശേഷവും പീരിയോഡിക്കൽ റിവ്യൂസും നമ്മൾ നടത്താറുണ്ട്. ഫസ്റ്റ് ഡേ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. സെക്കൻഡ് ഡേ കുറച്ച് വർക്കുകളൊക്കെ തുടങ്ങുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ കുട്ടികളെ നമുക്കൊരു 3/4 മണിക്കൂർ പിടിച്ചിരുത്തിയിട്ട് ആക്ടിവിറ്റീസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തെറാപ്പിസ്റ്റുകളുടെ ശരിക്കും എഫേർട്ട് തന്നെയാണ് നമ്മുടെ കുട്ടികളെ കൊണ്ട് ഓരോ ആക്ടിവിറ്റീസും അത് കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഒരു മീനിങ് ഫുൾ വേല അവരത് കംപ്ലീറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. സിജു ഒരു പീഡിയാട്രീഷ്യനാണ്. 20 വർഷത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പീഡിയാട്രീഷ്യനാണ്. ആൾക്ക് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ആളുടെ ഒരു ഡ്രീമാണ്. കുട്ടികളുടെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, അവരെ മുൻനിരയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള ഓരോ വിഭാഗത്തിലെയും, അതായത് സ്പീച്ച് തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഒക്യുപ്പേഷണൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ഈ എല്ലാ മേഖലകളിലും നമ്മൾ കൊണ്ടുവരുന്ന തെറാപ്പിസ്റ്റുകളുടെ ഒരു ടീമാണ് ഇതിനെ മാനേജ് ചെയ്യുന്നത്. ഇവരുടെ സിജുവിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന തെറാപ്പിസ്റ്റുകളുണ്ട്. വളരെ സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള തെറാപ്പിസ്റ്റുകളാണ്. ഒരു കുട്ടി വരുമ്പോൾ അവരുടെ മൈക്രോ ഡെവലപ്മെൻറ്റ്സ് വരെ മോണിറ്റർ ചെയ്ത് അതിൽ ഓരോരോ ഭാഗത്ത് അവർ അതിൻ്റെ പ്രോഗ്രസ് നോട്ട് ചെയ്ത് അത്രയും കമ്മിറ്റഡ് ആയിട്ടാണ് ഈ ഒരു സാധനം കൊണ്ടു നടക്കുന്നത്. ഏറ്റവും അധികം നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ടീമാണ്. ഒരിക്കലും ഒരു ഇൻഡിവിജ്വലിന് ഒറ്റയ്ക്കായിട്ട് ചെയ്യാൻ പറ്റില്ല ഇങ്ങനത്തെ സംഗതികൾ. അപ്പോൾ ടീം വർക്കാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, ഒരാഴ്ച കൊണ്ട് തന്നെ അവൾക്ക് വിസിബിളായിട്ടുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങി. അതാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയത്. കുറേ റൈംസുകൾ അവളുടെ ഉള്ളിലെല്ലാം ഉണ്ട്, നമുക്കതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനെ എവിടെയൊക്കെ ഫിക്സ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് കുട്ടിയുടെ മൈൻഡ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു വഴി കൂടിയാണ് ഞങ്ങൾ പോകുന്നത് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ അവളുടെ ഒരു സാധാരണ സ്കൂളിൽ ചേർത്തണം, അതാണ് നമ്മുടെ ഒരു ലക്ഷ്യമായിട്ട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനും ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുവാനും ഒരു പ്രോബ്ലം കാണിച്ചിരുന്നു. അതിൽ ഇപ്പോൾ കുറേയൊക്കെ ഇമ്പ്രൂവ് ആയി നമ്മളുടെ അടുത്ത് മിങ്കിൾ ചെയ്യുകയും അവരുടെ നീഡ്സുകളെല്ലാം നമ്മളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വെഞ്ചർ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇത് സൊസൈറ്റിക്ക് വളരെ ആവശ്യമുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പാർട്ടാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവർക്കുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. അതിനുള്ള എല്ലാ സഹകരണങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം.